ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ പ്ലാന്റ്സ് ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടുള്ളത് സോഫി നൗഷാദിൻ്റെ ഗ്രീൻസ് ആൻഡ് ബ്ലൂംസ് എന്നാണ്. 2 എക്സോട്ടിക് വെറൈറ്റിയും ബാക്കി 3 നോർമൽ ഹൈബ്രിഡ് വെറൈറ്റിയും, അങ്ങനെ 5 ഫെലനോപ്സിസിൻ്റെ പ്ലാന്റ്സ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. പ്ലാന്റ്സ് അവിടെ നിന്ന് അയച്ച് എനിക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ കിട്ടിയത്. പാക്കിങ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പ്ലാന്റ്സിന് ഡാമേജും കാര്യങ്ങളും അങ്ങനെ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ 2 എക്സോട്ടിക് വെറൈറ്റി ഫെലനോപ്സിസിൻ്റെ പ്ലാന്റ്സ് ഇത് ഞാൻ വാങ്ങിക്കാൻ വേണ്ടി ഇതിൻ്റെ പിക്ചേഴ്സ് എൻ്റെ ഫോണിൽ കുറച്ച് നാളായിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഓൺലൈൻ ഗ്രൂപ്പുകളെ അപേക്ഷിച്ച് ഈ സ്പെഷ്യൽ വെറൈറ്റി പ്ലാന്റ്സിന് ഗ്രീൻസ് ആൻഡ് ബ്ലൂംസിൽ അത്യാവശ്യം നല്ല റേറ്റ് കുറവ് തോന്നിയപ്പോൾ ഈ 2 പ്ലാന്റ്സ് ഞാൻ ഓർഡർ ചെയ്ത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കയ്യിലില്ലാത്ത 3 വെറൈറ്റി കളേഴ്സിലുള്ള 3 ഫെലനോപ്സിസിൻ്റെ പ്ലാന്റ്സും അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ്. ഈ 5 പ്ലാന്റ്സിൻ്റെയും ഐഡിയും റെഫറൻസ് പിക്കും റേറ്റും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ കംപ്ലീറ്റ് പറയുന്നുണ്ട്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഓരോ പ്ലാന്റ്സും എങ്ങനെയുണ്ടെന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് വരുന്നത്. ഫെലനോപ്സിസിൻ്റെ ചാമിങ് ഡീപ്പ് സീക്രറ്റ് ആ ഒരു ഐഡിയയിൽ വരുന്ന പ്ലാന്റ് ആണ്. ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിൽ നല്ലൊരു വൈബ്രൻ്റ് യെല്ലോ ഷെയ്ഡ് വന്നിട്ട് സെൻറ്ററിൽ നല്ലൊരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഡീപ്പ് മെറൂൺ ഷെയ്ഡ് വരുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഫ്ലവർ സൈസ് വരുന്നത് ഏകദേശം 7.5 സെൻറ്റിമീറ്റർ ആണ്. പ്ലാന്റിൻ്റെ 4-5 ബഡ്സ് ഉള്ളതിൽ ആകെ 2 മാത്രം ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഫെലനോപ്സിസിൻ്റെ ഒട്ടുമിക്ക യെല്ലോ ഷെയ്ഡ് പൂക്കൾക്കും ഒരു പ്രത്യേക എടുപ്പ് തന്നെയാണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സും റൂട്ട്സും ഒക്കെ ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 500 രൂപയാണ്. പ്ലാന്റിൻ്റെ റെഫറൻസ് പിക്ക് ഇതാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫെലനോപ്സിസിൻ്റെ അല്യൂറ എംബ്രേസ് ആ ഒരു ഐഡിയയിൽ വരുന്ന പ്ലാന്റ് ആണിത്. ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിൽ ഒരു ലൈറ്റ് ഓറഞ്ച് പീച്ച് ഷെയ്ഡ് വന്നിട്ട് സെൻറ്ററിൽ ലിപ്പിലായിട്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള യെല്ലോയും പർപ്പിൾ ഷെയ്ഡും കൂടി മിക്സ് ആയിട്ട് വരുന്ന അത്യാവശ്യം ഭംഗിയുള്ള പൂക്കളാണ്. ഫ്ലവർ സൈസ് വരുന്നത് ഏകദേശം 8 സെൻറ്റിമീറ്റർ ആണ്. ഈ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് കുറച്ചൊന്ന് വാടിയിട്ടുണ്ടായിരുന്നു. അതൊഴിച്ച് കഴിഞ്ഞാൽ 3-4 നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീവ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് സിസ്റ്റവും ഒക്കെ ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരുന്നു. എനിക്ക് ഈ പ്ലാന്റിന് റേറ്റ് ആയത് 480 രൂപയാണ്. പ്ലാന്റിൻ്റെ റെഫറൻസ് പിക്ക് ഇതാണ് വരുന്നത്. നമ്മുടെ അടുത്ത പ്ലാന്റിൻ്റെ ഐഡി വരുന്നത് ഫണ്ടാസ്റ്റിക് ചോക്കോ എന്നാണ്. ഈ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ആ ഒരു ഫെലനോപ്സിസിൻ്റെ നോർമൽ പിങ്ക് ഷെയ്ഡിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഫ്ലവേഴ്സിന് നല്ലൊരു ബർഗണ്ടി കളറാണ് വരുന്നത്. പിന്നെ ഫ്ലവേഴ്സിൻ്റെ ബോർഡറിൽ ഫുള്ളായിട്ട് നേരിയൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ സെൻറ്ററിൽ വൈറ്റ് ഷെയ്ഡും ചെറുതായിട്ട് യെല്ലോ ഷെയ്ഡും കൂടി മിക്സ് ആയിട്ട് വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഫ്ലവർ സൈസ് വരുന്നത് ഏകദേശം 8 to 9 സെൻറ്റിമീറ്റർ ആണ്. അത്യാവശ്യം വലിയ പൂക്കളാണ്. ഒരു 3-4 ഹെൽത്തി ആയിട്ടുള്ള ലീവ്സും റൂട്ട്സൊക്കെ ആയിട്ട് ഒരു നല്ല പ്ലാന്റ് തന്നെയാണ്. എനിക്ക് ഈ പ്ലാന്റിന് റേറ്റ് ആയത് 550 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ റെഫറൻസ് പിക്ക്. ഇനിയുള്ള 2 പ്ലാന്റ്സ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സോട്ടിക് വെറൈറ്റി ഫെലനോപ്സിസിൻ്റെ പ്ലാന്റ്സ്. ഇതിൽ ഈ പ്ലാന്റിൻ്റെ ഐഡി വരുന്നത് ഫെലനോപ്സിസ് ഹൈസിൻ യെല്ലോ ലെപ്പേർഡ് എന്നാണ്. ഈ എക്സോട്ടിക് വെറൈറ്റി പ്ലാന്റ്സിന് വേറെ പല ഓൺലൈൻ ഗ്രൂപ്പിലും അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. എനിക്ക് ഈ പ്ലാന്റിന് റേറ്റ് ആയത് 580 രൂപയാണ്. ബഡ്സ് ഒന്നും ഇല്ലാത്ത മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണിത്. 5-6 നല്ല വലിയ ലീവ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് സിസ്റ്റവും ഒക്കെ ആയിട്ട് ഒരു നല്ല പ്ലാന്റ് തന്നെയാണ് ഇതും. ഇതിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് നല്ല കട്ടിയുള്ള ഒരു വാക്സി പ്ലാസ്റ്റിക് പോലത്തെ സബ്സ്റ്റൻസ് ആയതുകൊണ്ട് ഫ്ലവേഴ്സ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണെന്നാണ് പറയുന്നത്. ഫ്ലവേഴ്സിന് ബേസിൽ നല്ലൊരു വൈബ്രൻ്റ് യെല്ലോ ഷെയ്ഡ് വന്നിട്ട് പെറ്റൽസിൽ ഫുള്ളായിട്ട് റെഡിഷ് പർപ്പിൾ ലെപ്പേർഡ് ടൈപ്പ് സ്പോട്ട്സ് വരുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ പ്ലാന്റ് എങ്ങനെയുണ്ട് നോക്കാം. ഈ എക്സോട്ടിക് വെറൈറ്റി പ്ലാന്റിൻ്റെ ഐഡി വരണത് ഫെലനോപ്സിസ് ലിയോലിൻ വൈൽഡ് ക്യാറ്റ് എന്നാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സും നമ്മളിപ്പോൾ തന്നെ കണ്ട യെല്ലോ ലെപ്പേർഡിൻ്റെ ഫ്ലവേഴ്സും തമ്മിൽ ആ ഒരു പെറ്റൽസിൻ്റെ ബേസിലെ കളർ ഡിഫറൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഏകദേശം സെയിം തന്നെയാണ്. ഈ പ്ലാന്റ് സിംഗിൾ സ്പൈക്കോട് കൂടിയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. 3-4 ഹെൽത്തി ആയിട്ടുള്ള ലീവ്സും റൂട്ട്സൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ റേറ്റും യെല്ലോ ലെപ്പേർഡിൻ്റെ റേറ്റും സെയിം തന്നെയാണ്. ഇതിൻ്റെ ഫ്ലവേഴ്സും നല്ലൊരു തിക്ക് വാക്സി പ്ലാസ്റ്റിക് പോലത്തെ സബ്സ്റ്റൻസ് ആണ്. ഈ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സ് കംപ്ലീറ്റ് വിരിഞ്ഞതിന് ശേഷമുള്ള വീഡിയോയും കൂടി ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് പ്ലാന്റിൻ്റെ റെഫറൻസ് പിക്ക്. പിന്നെ പ്ലാന്റ്സ് എല്ലാം ഞാൻ മൺചട്ടിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗ്രീൻസ് ആൻഡ് ബ്ലൂംസ് നിന്ന് നല്ല അഫോർഡബിൾ റേറ്റിൽ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇതാണ് ലിയോലിൻ വൈൽഡ് ക്യാറ്റിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത്. കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ്.
ഫ്ലവേഴ്സിന് നല്ലൊരു ക്രീമിഷ് വൈറ്റ് ബേസ് വന്നിട്ട് പെറ്റൽസിൽ ഫുള്ളായിട്ട് മെറൂണിഷ് പർപ്പിൾ ലെപ്പേർഡ് ടൈപ്പ് സ്പോട്ട്സ് ആണ്. അതായത് ലെപ്പേർഡിൻ്റെ ഒക്കെ ആ ഒരു ബോഡിയിൽ സ്പോട്ട്സ് ഇല്ലേ, ആ ഒരു ലുക്കാണ് ഫ്ലവേഴ്സിന്. അതുകൊണ്ടാണ് ഈ പ്ലാന്റിന് വൈൽഡ് ക്യാറ്റ്, അതേപോലെ നമ്മൾ ഇതിനു മുമ്പ് കണ്ട എക്സോട്ടിക് വെറൈറ്റി ആ പ്ലാന്റിന് യെല്ലോ ലെപ്പേർഡ് അങ്ങനത്തെയൊക്കെ പേര് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്ലവേഴ്സ് നോർമൽ ഹൈബ്രിഡ് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ തിൻ ഫ്ലവേഴ്സ് എന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് തിക്ക് വാക്സി പ്ലാസ്റ്റിക് പോലത്തെ ടൈപ്പാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. നമുക്കപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്